ഒരു അധ്വാനം നാം ശരിക്കും ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഫലം നല്ലവണ്ണം ആ കൃഷിക്കാരന് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഫലം കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അധ്വാനിക്കുന്ന മനുഷ്യന് ഫലം കിട്ടുന്നത് പോലെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ഒരു മനുഷ്യൻ പാടുപെടുകയാണെങ്കിൽ അവന് അതിൻ്റെതായ ഫലം കിട്ടും. അതേപോലെ തന്നെ ഇവിടെ പറയും, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് വചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു വയലിലെ നിലത്ത് ഒരു കണ്ണുനീരോടെ ഒരു ആൾ കുറച്ച് എന്ന് പറഞ്ഞാൽ വിഷമത്തോടു കൂടെ അങ്ങനെ കുറച്ച് വിത്ത് വിതറുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം ആ മനുഷ്യന് കിട്ടുന്നത് അതിൻ്റെതായ ഫലം അറുത്തെടുക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെല്ല് വിളയിച്ച് നാം എടുത്ത് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ വാഴ നട്ട് അതിൻ്റെ ഫലം കൊണ്ടുവരുമ്പോൾ, തെങ്ങ് നട്ട് അതിൻ്റെ ഫലം കിട്ടുമ്പോഴാണ് ഒരു മനുഷ്യന് യഥാർത്ഥ സന്തോഷമുണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും അത് പ്രതിഫലമില്ലാത്തതല്ല. ദൈവത്തിൻ്റെ